മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. 2025 ഏപ്രിൽ 22 എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഒരു പൗരനും ഒരിക്കലും മറക്കാൻ സാധിക്കാത്തത് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഞാൻ മനഃപൂർവ്വം തന്നെയാണ് വീഡിയോ ചെയ്യാൻ ഈ ദിവസം വരെ കാത്തിരുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ ജാതീയതക്കെതിരെ പറയുന്ന, ജാതീയത നിരന്തരം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസുകാർ, സുഡാപ്പികൾ, CPM-കാർ, വേടൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരൊക്കെ ആരെങ്കിലും നമ്മുടെ പഹൽഗാമിൽ ഭീകരർ മതം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വർഷം തികയുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് പറയുമോ, എന്തെങ്കിലും ഒന്ന് ഓർമ്മിക്കുമോ? ആ കൊല്ലപ്പെട്ട നമ്മളിൽപ്പെട്ട 26 പേർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടുമോ എന്നൊന്ന് കാത്തിരുന്നതായിരുന്നു. ഒരാൾ പോലും ഒന്നും മിണ്ടിയിട്ടില്ല. സകല വിവേകമുള്ള മലയാളികളോടും കൃത്യമായിട്ട് പറയുന്നു, ഒരു ജാതിയും ചോദിച്ചിട്ടല്ല കേട്ടോ പാകിസ്ഥാനിലെ മതഭീകരര് നമ്മുടെ പഹൽഗാമിലേക്ക് എത്തിയിട്ട് നമ്മളുടെ 26 പേരെ കൊല ചെയ്തത്. മതം ചോദിച്ചിട്ട് തന്നെയാ, ഒരു തർക്കത്തിൽ വേണ്ട. ഒരു ജാതിയും ചോദിച്ചിട്ടല്ല, മതം ചോദിച്ചിട്ട് തങ്ങളിൽപ്പെട്ടതല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും കലീമ ചൊല്ലാൻ അറിയാത്തവരെ തേടി പിടിച്ച് തന്നെയായിരുന്നു കൊല ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു മലയാളിയും മറക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മളിൽപ്പെട്ട മലയാളിയായിട്ടുള്ള N രാമചന്ദ്രനും ഈ 26 പേരിൽ ഒരാളായിട്ട് കൊല്ലപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അനുസ്മരണ ചടങ്ങ് നടന്നു. അതിൽ N രാമചന്ദ്രന്റെ മകൾ മാധ്യമങ്ങളോട് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിൽ അവർ എടുത്തു പറയുന്നുണ്ട്, ഹിന്ദുക്കളെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരുന്നത് എന്നൊക്കെ. ഈ ഒരു വീഡിയോ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്ന സമയത്ത് പഹൽഗാമിൽ മത ഭീകരാക്രമണം നടത്തിയ ഭീകരരുടെ അനുയായികൾ, മലയാളം പറയുന്ന അനുയായികൾ വലിയ രീതിയിൽ മകൾക്കെതിരെയൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കതും തെളിവ് സഹിതം ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. ആദ്യം ആ മകൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കഴിഞ്ഞ കൊല്ലം അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായ നഷ്ടം, അതിൻ്റെ പെയിൻ എപ്പോഴും ഉണ്ടാവും. പക്ഷേ ആ പെയിൻ എനിക്കൊരു ശബ്ദം തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മോദിജിയുടെ ലീഡർഷിപ്പിലുള്ള ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഹിന്ദുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്ത ആ ആക്രമണത്തിൽ അവർ ടെററിസ്റ്റ് വിചാരിച്ചിരുന്നത് ഇവിടെ സെപ്പറേറ്റഡ് ആവുന്നു, ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാമെന്നുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ച് നിൽക്കുന്നു. ബ്ലീഡ് ഇന്ത്യ വിത്ത് 1000 കട്ട്സ് എന്ന് പറയുന്ന പാകിസ്ഥാനോട് നല്ലൊരു റിപ്ലൈ ആയിട്ട് ഇന്ത്യ കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ട് വേൾഡിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം എന്താണ്, വാട്ട് ഇന്ത്യ ഇസ് എന്ന് കാണിച്ച് ഒരു പ്രൗഡ് ഭാരതീയായിട്ട് ഞാനിവിടെ നിൽക്കുന്നു. ഭാരത് മാതാ കി ജയ്, ജയ് ഹിന്ദ്. നിങ്ങൾ കേട്ടില്ലേ, ഈ രാജ്യത്തിന്റെ മകളാണ് ഈ സംസാരിച്ചിട്ടുള്ളത്. ഒരു ഭാരതീയ എന്ന നിലക്ക് വലിയ അഭിമാനത്തോടു കൂടി തന്നെയാ മാധ്യമങ്ങളോട് പറയുന്നത്. ഹിന്ദുക്കളെ തന്നെയായിരുന്നു അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അവർ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യമാണ് തകർക്കാൻ ശ്രമിച്ചത്. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം തകർന്നില്ല. നമുക്കറിയാം, ഈ രാജ്യത്തെ മുസൽമാന്, ഹിന്ദു, ക്രിസ്ത്യാനി തുടർന്നുള്ള ഈ രാജ്യത്തെ സകല മതങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്ന് പാകിസ്ഥാനെതിരെ നമ്മൾ നിലപാടെടുത്തു. നമ്മുടെ ഭരണാധികാരികൾ വളരെ വ്യക്തമായിട്ട് പാകിസ്ഥാന്റെ ഹൃദയം തന്നെ കേറി മുറിച്ചു. നമ്മുടെ സഹോദരിമാരോട് പാകിസ്ഥാനിൽ നിന്നെത്തിയ മതഭീകരർ, ജിഹാദികൾ വ്യക്തമായിട്ട് പറഞ്ഞു, നീ നിന്റെ മോദിയോട് പോയിട്ട് പറയോ എന്ന് അവർ മോദിയോട് പറഞ്ഞു. മോദി നമ്മുടെ രാജ്യത്തെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട് ഭീകരവാദികളുടെ കുടുംബത്ത് കയറി പാകിസ്ഥാന്റെ ഹൃദയം തന്നെ കേറി മുറിച്ചു. ലോകം തന്നെ അത് അമ്പരന്നുകൊണ്ട് നോക്കി നിന്നു. നമ്മൾ ആ യുദ്ധത്തിൽ വലിയ വിജയവും നേടി. കൃത്യമായിട്ട് മകൾ പറയുന്നു, മോദി അതിന് മറുപടി കൊടുത്തു, ഇന്ത്യൻ ഗവൺമെന്റ് അതിന് മറുപടി കൊടുത്തു, നമ്മുടെ രാജ്യത്തെ ഐക്യവും തകർന്നില്ല എന്ന്. ഇതൊക്കെ പറയുമ്പോഴും മറ്റൊരു കാര്യം എടുത്തു പറയണം. ഇവിടെ ജിഹാദികൾക്ക്, ഈ പഹൽഗാമിലെ ഭീകരവാദികളെ പറഞ്ഞ സമയത്ത് ഉറഞ്ഞു തുള്ളിയിട്ട് നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ജിഹാദികൾ നാടിന് അപകട, ലോകത്തിന് അപകട. ഒരു തർക്കമില്ലാത്ത വിഷയം. ഞാൻ കുറച്ച് ജിഹാദികളെ ഒന്ന് ഇവിടെ മുന്നോട്ട് വെക്കാം. ഈ മകൾ പറഞ്ഞത് ഓരോ മലയാളിയും വ്യക്തമായിട്ട് കേട്ടില്ലേ.
ഒരാളെ പോലും അവർ വേദനിപ്പിച്ചിട്ടില്ല. ഹിന്ദുക്കളെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തത്. കലിമ ചെല്ലാൻ അറിയുമോ കൃത്യമായിട്ട് ചോദിച്ചിട്ട് ഹിന്ദുവിനെ തന്നെ. അതൊരു യാഥാർത്ഥ്യ, അത് മറച്ചു പിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു ജാതിയോ അല്ല ചോദിച്ചത്, ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ തങ്ങളിൽപ്പെട്ടതല്ലാത്തതാണോ എന്ന് തന്നെയാ കൃത്യമായിട്ട് അടിവസ്ത്രം ഊരിയിട്ട് കൃത്യമായിട്ട് കലിമ ചൊല്ലാൻ അറിയുമോ എന്ന് ചോദിച്ച് കൃത്യമായിട്ട് വളരെ വ്യക്തമാണ് ടാർഗറ്റ് ചെയ്തത് മറ്റു മതത്തിലുള്ള ആളുകളെ തന്നെയാണ്. അതിന് മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിന് മറുപടി കൊടുക്കാൻ ഇവിടുത്തെ എല്ലാ മതങ്ങളും ഒരുമിച്ച് തന്നെയാ വലിയ ഐക്യത്തോടു കൂടി തന്നെ നിന്നു. എന്നാൽ നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ ആ ജിഹാദിസവുമായിട്ട് ഇപ്പോഴും രംഗത്തുണ്ട്. ഞാനൊന്ന് ഓരോരോ കമന്റ് എടുത്ത് വായിക്കാം. ആദ്യത്തെ കമന്റാണ്, നമ്മുടെ സഹോദരങ്ങളെ ഒരു ദയയും കാണിക്കാതെ വെടിവെച്ചു കൊന്ന നമ്മുടെ സഹോദരങ്ങളെ ഒരു ദയയും കാണിക്കാതെ വെടിവെച്ചു കൊന്ന തീവ്രവാദികളെ ഇപ്പോഴും ഒന്ന് തൊടാൻ പോലും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഭയപ്പെടുത്തുന്നു. ആരുടെ കരങ്ങളാണ് ഇതിനു പിന്നിൽ? എന്നെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ഈ മകൾ പറഞ്ഞതിന് വന്നിട്ടുള്ള കമന്റുകളാ. എന്തിനാണ് കേന്ദ്ര സർക്കാരിന്റെ തലയിലേക്ക് വെക്കുന്നത്? കേന്ദ്ര സർക്കാർ മറുപടി കൊടുത്തു എന്ന് മകൾ പറയുന്നുണ്ട്. സഭയിൽ അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോകം തന്നെ ഇതിന് കൈയടിച്ചു. പാകിസ്ഥാനിലെ ഭീകരവാദികളെ നമ്മുടെ രാജ്യം തീർത്തത് കണ്ടിട്ട് ലോകം കൈയടിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ലോകത്തെ സകല പ്രഗത്ഭരും കൈയടിച്ചു നമ്മുടെ രാജ്യത്തിന് ഭീകരർക്ക് മറുപടി കൊടുത്തു. ഇപ്പോഴും ആ മറുപടി അംഗീകരിക്കാത്തത് കേരളത്തിലെ ജിഹാദികളാ. അല്ല, യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ ഈ മകൾ പറഞ്ഞതിന് മകളോട് ഐക്യദാർഢ്യം അർപ്പിച്ച ആ മകളുടെ വേദനയിൽ ഈ മകളോട് പറയണ്ടേ, ഈ രാജ്യത്തിന്റെ മകളാണ് നിങ്ങൾ. ഇത് നമ്മൾ അഭിമാനത്തോടു കൂടി പറയണ്ടേ ഒരു സന്ദർഭം. അവരുടെ അച്ഛന് പകരം കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ രാജ്യം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഈ രാജ്യത്തെ ഓരോ പൗരനും പറയേണ്ട സമയത്ത് കേരളത്തിലെ ഇത്തരം ജിഹാദികൾ എത്തിയിട്ട് കേന്ദ്ര സർക്കാർ ആ തീവ്രവാദികൾക്കെതിരെ ഒരു അക്ഷരവും മിണ്ടുന്നില്ല, ആ ജിഹാദികൾക്കെതിരെ ഒരു അക്ഷരവും മിണ്ടുന്നില്ല, പാകിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ ഒരക്ഷരവും മിണ്ടുന്നില്ല, ആ മത തീവ്രവാദികൾക്കെതിരെ ഒരക്ഷരവും മിണ്ടില്ല. ഇത് അപകടം തന്നെയാ. ഈ ജിഹാദികളൊക്കെയാണ് നമ്മുടെ നാടിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ അപകടം എന്നുള്ളത് സകലരും തിരിച്ചറിയാം. അടുത്ത കമന്റാണ്, അച്ഛൻ മരിച്ചതിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്, പക്ഷേ ഇതൊക്കെ ആരോ പറഞ്ഞു തന്നത് നന്നായിട്ട് അവതരിപ്പിച്ചു എന്നല്ലാതെ എന്തു പറയാൻ. ഇത്ര ചെറ്റത്തരമാണ് ഈ ജിഹാദിയൊക്കെ ചോദിക്കുന്നത്. ഈ മകൾ കണ്ണിന്റെ മുമ്പിൽ കണ്ടതാണ് ഹിന്ദുവിനെ തേടി കൊലപ്പെടുത്തുന്നത്, കലിമ ചൊല്ലാൻ പറയുന്നത്. ഈ മകളൊക്കെ നേരിട്ട് കാണുന്നതാ. ഈ കണ്ടത് പറയുമ്പോഴേക്ക് ഇതാരോ പഠിപ്പിച്ചു. അപ്പൊ ഇവരൊന്നും എന്തുകൊണ്ടാ പാകിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ, ആ ജിഹാദികൾക്കെതിരെ ഒരു അക്ഷരവും ഉണ്ടാത്തത്? ഇത്തരം ജിഹാദികൾ അപകടം തന്നെയാ. അടുത്ത കമന്റ്, പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്യുന്നതിന് പിടികൂടുന്നതിൽ 95% സംഘിപ്പേരുകാർ ആണല്ലോ. ഉളുപ്പില്ലേ ഇവർക്കൊന്നും? ഉളുപ്പില്ലേ? നമ്മുടെ രാജ്യത്തെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അനുസ്മരണ ചടങ്ങില് ഒരു മകൾ, അച്ഛനെ നഷ്ടപ്പെട്ട ഒരു മകൾ സംസാരിക്കുന്നതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ആ ജിഹാദികൾക്കെതിരെ, തീവ്രവാദികൾക്കെതിരെ ഒരു അക്ഷരം ഉണ്ടാക്കിയിട്ട് 95% സംഘിപ്പേർ. ഈ സംഘി എന്ന് പറഞ്ഞ് ഹിന്ദു ആണെങ്കിൽ സകലരും സംഘിയാണോ? ഇത്തരം ജിഹാദികളോടുള്ള ചോദ്യ. ഹിന്ദു പേരാണെങ്കിൽ സകലരും സംഖ്യയാണോ? എന്റെ ലളിതമായിട്ടുള്ള ചോദ്യ. പിന്നെ ഇവിടെ പിടിക്കുന്നത് ആരാ? നരേന്ദ്രമോദി സർക്കാർ, നിങ്ങളുടെ ഭാഷയിൽ സംഘി സർക്കാർ. ഈ നരേന്ദ്രമോദി സർക്കാർ മതം നോക്കി പിടിക്കുന്നു എന്ന് പറയുന്നതും ഇതേ ആളുകളാണ്. എന്നിട്ട് ഇതേ ആളുകൾ പറയുന്നു 95% സംഘിപ്പേരുകൾ എന്ന്. 95% പോയിട്ടേ കണക്കങ്ങെടുത്ത് പൊട്ടിത്തെറിച്ചതിന്റെ കണക്ക് ഈ ഡൽഹി ഭീകരാക്രമണം മുതൽ അങ്ങ് ബേക്കോട്ട് നോക്കിയാലുണ്ടല്ലോ, ഈ പഹൽഗാമിൽ കൊല ചെയ്തത് ഉൾപ്പെടെ അങ്ങനെ എണ്ണി അജ്മൽ കസബ് മുതൽ ഇങ്ങനെ എണ്ണി അങ്ങ് പോയാലുണ്ടല്ലോ 95% ജിഹാദികളായിരിക്കും. ഒരു തർക്കമില്ലാത്ത വിഷയ. ഇനി ആര് ചെയ്താലും, ഇനി ജിഹാദികൾ എന്നൊന്നുമില്ല, രാജ്യത്തിനെതിരെ ആരെന്തോ പ്രവർത്തിച്ചാലും അത് ഏതു മതമാണെങ്കിലോ നരേന്ദ്രമോദി സർക്കാർ എടുത്ത് തൂക്കി ഉള്ളിലിടും. തീർക്കേണ്ടതാണെങ്കിൽ തീർക്കൂ, ഒരു തർക്കമൊന്നും ആർക്കും വേണ്ട. മതം നോക്കി അല്ല കേട്ടോ ഇവിടെ ഒരു അറസ്റ്റും ഒരു തിരിച്ചടികളും ഉണ്ടാവുന്നത്. നമ്മുടെ രാജ്യത്തിനെതിരെ ആര് വന്നാലും അവരെ നമ്മൾ തിരിച്ചാക്രമിക്കും. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട്. അതിൽ മതമൊന്നും നോക്കുന്നില്ല. അതിനി ഇത്തരം കമന്റ് ഇടുന്ന ആളുകൾ ഇതിലൂടെയൊക്കെ ഒന്ന് തിരിച്ചറിയാം. അടുത്ത കമന്റാണ്, 100 കിലോമീറ്റർ തോക്കുമായി വന്ന് വെടിവെച്ച് അവിടെ നിന്ന് അവർ എങ്ങനെ രക്ഷപ്പെട്ടു പോയി? അതും അത്രയ്ക്ക് സെക്യൂരിറ്റി ഉള്ള ഒരു പ്രദേശത്ത് നിന്ന്. വ്യാപകമായിട്ട് ചോദിക്കുന്ന ആളാണ്. മറ്റൊരു കാര്യം എടുത്തു പറയാണ്,
ഇവർക്കൊന്നും തന്നെ ജിഹാദികൾക്കെതിരെയോ പാകിസ്ഥാനെതിരെയോ നമ്മുടെ ശത്രു രാജ്യത്തിനെതിരെയോ മതം ചോദിച്ച് കൊലപ്പെടുത്തിയതിനെതിരെയോ ഒരക്ഷരവും ഉണ്ടാകില്ല. മറിച്ച് എങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തി ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ ലളിതമായിട്ടുള്ള ഉത്തരം കൃത്യമായിട്ട് ഇവിടെ ശശി തരൂർ ഉൾപ്പെടെ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ പറഞ്ഞതാ. അതായത് ഇസ്രായേൽ എന്ന രാജ്യം എന്ന് പറയുന്നത് അതിന്റെ ചാരസംഘടന, അതായത് മൊസാദി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ളൊരു ചാരസംഘടന ഈ മൊസാദി എന്ന് പറയുന്നത്. ഈ മൊസാദിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഹമാസ് ഭീകരര് ഇസ്രായേലിലേക്ക് കടന്നിട്ട് 1200-ലധികം ആളുകളെ കൊലപ്പെടുത്തിയത് സകല ആളുകളും കേട്ടിട്ടില്ലേ? മൊസാദിന് എന്തുകൊണ്ട് തടയാൻ പറ്റാതിരുന്നു? ഒരാളെങ്കിലും തനിക്കൊപ്പം തന്നെ കൊലപ്പെടുത്തി മരണപ്പെട്ടാൽ അത് വലിയ സംഭവമാണ്, അത് പുണ്യമാണ് എന്ന് കരുതുന്ന ജിഹാദികൾ തന്നെയായതിന് കാരണം. തൻ്റെ ജീവൻ പോയാലും പ്രശ്നമില്ല, ഏതെങ്കിലും ഒരുത്തനെയും കൂടി കൊല്ലണം എന്നുള്ള മൈൻഡ് സെറ്റുള്ള ജിഹാദികൾ ഉള്ളിടത്തോളം കാലം ഏത് സുരക്ഷയും ഉണ്ടെങ്കിൽ ഇവർക്ക് മരിച്ചാൽ പ്രശ്നമില്ല. ലോകത്തൊരു സൈന്യത്തിനും അങ്ങനെയല്ല. ഇന്ത്യൻ സൈന്യത്തിനോ ഇസ്രായേൽ സൈന്യത്തിനോ അമേരിക്കൻ സൈന്യത്തിനോ ഗൾഫ് രാജ്യങ്ങളുടെ സൈന്യത്തിനൊന്നും അവരൊന്നും സ്വയം കൊല്ലപ്പെടാൻ തയ്യാറല്ല. പക്ഷെ ജിഹാദികൾ സ്വയം കൊല്ലപ്പെടും, അത് പ്രശ്നമല്ല. എന്നിട്ട് ആരെങ്കിലും ഒന്ന് കൊന്നാൽ മതി. ലോകം നശിപ്പിക്കാനാണല്ലോ ജിഹാദികളുടെ ലക്ഷ്യം. ഇത്തരം ആളുകൾ ഉള്ളിടത്തോളം ഇത്തരം അപകടങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ രാജ്യത്തേക്ക് ഇത്തരം നുഴഞ്ഞു കയറി എങ്ങനെ സംഭവിച്ചു എന്ന് ഇത്തരം ജിഹാദികൾ തന്നെ ചോദിക്കണം. ഇതുപോലെ ഇതൊക്കെ ഞാൻ ഉദാഹരണത്തിന് മാത്രം, ഈ നിരവധി കമന്റുകൾ ഇവർ ഈ മറുപടി നമ്മുടെ രാജ്യത്തിന്റെ മകൾ രാമചന്ദ്രന്റെ മകൾ, മതഭീകരവാദികൾ കൊലപ്പെടുത്തിയ രാമചന്ദ്രന്റെ മകൾ സംസാരിച്ചതിൽ പോലും ജിഹാദികളുടെ വലിയ രീതിയിൽ ഉറഞ്ഞു തുള്ളലുണ്ട്. ഇത്തരം ആളുകൾ ഉള്ളിടത്തോളം ഇനിയും ഇവിടെ അപകടം സംഭവിക്കുമോ എന്ന് നമ്മൾ ഭയത്തിൽ തന്നെ മുന്നോട്ട് പോകണം. കാരണം എന്താ, പഹൽഗാമിൽ എങ്ങനെയാ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയത്? അവിടെയുള്ള പഹൽഗാമിലെ പ്രദേശവാസികളായിട്ടുള്ള ജിഹാദികൾ അവർക്ക് സകല സഹായങ്ങളും ചെയ്തു കൊടുത്തു. സ്വന്തം മണ്ണിനോടല്ല കൂറ്, പാകിസ്ഥാൻ ഭീകരരോടും മതം നോക്കി കൂറ് കാട്ടി. നാളെ കേരളത്തിൽ പാകിസ്ഥാൻ ഭീകരവാദികൾ എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ജിഹാദികൾ മതം നോക്കിയിട്ട് അനുകൂലിക്കില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് വേണം എങ്ങനെ 100 കിലോമീറ്റർ കടന്ന് ഇവിടേക്ക് വന്ന് ആക്രമണം നടത്തിയെന്ന് ഓരോ മലയാളിയും ചിന്തിക്കാനേ. ഇതൊക്കെ ചോദ്യം ചോദിച്ച് സകലതും കേന്ദ്ര സർക്കാർ, സകലതും നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണോ, ഒരു ഇന്ത്യയിലേക്ക് മാത്രമല്ല ജിഹാദികൾ ആക്രമണം നടത്തുന്നത്, ലോകത്ത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ അടുത്തും UAE അറസ്റ്റ് നടക്കുക. അവർക്ക് മുസ്ലിം ഭൂരിപക്ഷ രാജ്യവും മുസ്ലിം രാജ്യം എന്നല്ല, ജിഹാദിസം എവിടെയില്ലേ അത് തകർക്കാൻ അവരിറങ്ങും. സമാധാനം തകർക്കാൻ ജിഹാദികൾ ഇറങ്ങും. അതിന് UAE എന്നില്ല, അതിന് ഗൾഫ് എന്നില്ല, അവരെവിടെയും ഇറങ്ങും. ഇത്തരം ഈ ജിഹാദികൾ സ്വയം കൊല്ലപ്പെടാൻ പൊട്ടിത്തെറിക്കാനുള്ളിടത്തോളം നമ്മുടെ ലോകത്ത് സമാധാനം ഉണ്ടാവൂ. എന്നിട്ടും നമ്മുടെ രാജ്യം 140 കോടിയിലധികം ജനങ്ങളുള്ള ഈ രാജ്യത്തെ എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ ഭരണാധികാരികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് നമ്മൾ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഭരണാധികാരികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എന്നിട്ടും ഇവിടെ ജിഹാദികളൊക്കെ കേരളത്തിൽ വലിയ രീതിയിൽ ഈ മകൾക്കെതിരെ പോലും കമന്റുമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൊക്കെ അപകടത്തിലാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.